Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. എന്താണ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണോ? ടയർഡാണോ? ഉഷാറില്ലല്ലോ. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Start with prayer, thought of the day and signing. Okay. Yes. Start ചെയ്തേക്കാം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. വിജ്ഞാനദീപം നിറകതിൽ ചൂടാൻ നേരിന്റെ പാത നയിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദധാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. സൈൻ ഇൻ പറയാം മാം. എബ്രഹാം ലിങ്കനെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കയിലെ അടിമത്തത്തിന് എതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം. 1809 ഫെബ്രുവരി 12 കെന്റക്കി സംസ്ഥാനത്തെ ഹോഡ്സൺ വില്ലയ്ക്ക് സമീപം ഒരു ദരിദ്ര കുടുംബത്തിലാണ് ലിങ്കന്റെ ജനനം. തോമസ് ലിങ്കന്റെയും നാൻസി ഹങ്സിന്റെയും രണ്ടാമത്തെ മകനായിരുന്നു അദ്ദേഹം. നിയമബിരുദം കരസ്ഥമാക്കിയ ശേഷം ലിങ്കൺ അഭിഭാഷകനായി ജോലി ചെയ്തു. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം അടിമത്തത്തെ എതിർക്കാനായി 1856 രൂപീകരിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായി ഉയർന്നു വന്നു. ജനങ്ങളുണ്ടാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ലിങ്കന്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. 1865 ഏപ്രിൽ 14 വെള്ളിയാഴ്ച വാഷിംഗ്ടൺ ഡിസിയിലെ ഫോർട്ട് തിയേറ്ററിൽ വെച്ച് ജോൺ വിൽക്കിസ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റ് ലിങ്കൺ മരണമടഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റുമാണ് എബ്രഹാം ലിങ്കൺ. താങ്ക് യു മാം. Okay, and then signing. Sign അല്ല കോട്സ് ആണ് മാം. Signing എന്ന് പറയുന്നില്ല. സൈൻ ഇൻ പറഞ്ഞു സൈനിനാ ഇപ്പൊ പറഞ്ഞത്. Signing ആണോ? തോട്ടത്തിലാണ് എനിക്ക് തോന്നിയല്ലോ. Sorry. പറയൂ. നെക്സ്റ്റ് പറയൂ. തോട്ടത്തിൽ പറയൂ. ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഓരോ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാവുന്നതല്ല. എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എന്റെ ചുണ്ടുകൾക്ക് അറിയില്ല. അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. ചാർലി ചാപ്ലിൻ. ഓക്കെ, നല്ലൊരു തോട്ടാണ് കേട്ടോ. മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ട് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? എത്ര എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു? ആൻസർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഞാൻ എക്സാമ്പിൾസ് തന്നിരുന്നല്ലോ, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, അതിൽ നിന്നായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് അത് പഠിക്കും. ഓക്കെ മാം, രണ്ടാമത് പറഞ്ഞാണോ അതോ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് മാം തന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആൻസർ പറഞ്ഞില്ല, അതാണോ ലാസ്റ്റ് മാം ഒരു 8 എണ്ണം പറഞ്ഞു തന്നായിരുന്നു?
ലാസ്റ്റ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹാഫ് ആൻ അവർ വന്ന് ക്ലാസ് എടുത്തില്ലേ, ആ ടൈമിൽ പറഞ്ഞ ഡയറക്ട് സ്പീച്ച് ആണ്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. മാക്സിമം പഠിച്ചു വെക്കാം. മാം മുംതാസിന് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. ആണോ? ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കോ. മാക്സിമം നോക്കാൻ പറയും. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏത് ചാപ്റ്റർ എടുക്കാനുള്ളതെന്ന് പറയോ? ഏതാണ്? ഇല്ലേ മാം? എന്നോ കേട്ടില്ല. ഇതിൽ 7 ഫ്രേസൽ വേർബ് എന്നാണോ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലല്ലോ വോയിസ്. 2-3 പാഠം വേണ്ടാന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് പറഞ്ഞിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് നൗണിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കണ്ടീഷൻ സെന്റൻസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ആണ്, അത് പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ അതിലില്ല. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഫ്രേസൽ വേർബ്. ഫ്രേസൽ വേർബ് ഏതൊക്കെ ഫ്രേസൽ വേർബ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് ഞാൻ എക്സാമിന് മുൻപായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് ജസ്റ്റ് ക്ലാസ് ഞാൻ തരുന്നുണ്ട്. ആ ടൈമിലോ ഫ്രേസൽ വേർബും എല്ലാം കവർ ചെയ്ത് പോവാം. ഓക്കെ, അതർവൈസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാമമായിട്ട് പ്രോനൗൺ, വെർബ്, ടെൻസ്, ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ്, then adjective, adverb, preposition, direct speech, participle, phrasal. Okay, then question tag. അല്ലെ, ഇത്രയാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ ടാഗിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ ടാഗ് ചാപ്റ്ററിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. സോ അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ക്ലിയർ? അപ്പൊ ക്വസ്റ്റ്യൻ ടാഗും ഡയറക്ട് സ്പീച്ച് മനസ്സിലായാലോ? ഡയറക്ട് സ്പീച്ച് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ടാഗ് ടെക്സ്റ്റിലുള്ളത് പഠിച്ചു വെക്കുക. ഇനി അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ആണെങ്കിൽ പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അത് അറിയാലോ, സ്പെല്ലിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ആൻസർ ചെയ്യാനുള്ള അതാണോ ദ യൂസ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഇൽസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ആൻസർ ചെയ്യാൻ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? അതാണോ? അതാണ് നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണോ? പറഞ്ഞതാണല്ലോ ക്ലാസ്സിൽ അല്ലെ. നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഏതാണ് കേട്ടോ ദ യൂസ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലുസ്ട്രേറ്റർ. ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നന്നായിട്ട് ഇത് നോക്കിയിട്ട് വരാം പഠിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗും ഡയറക്ട് സ്പീച്ചിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, ഏതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ആണെങ്കിൽ അത് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ സ്പെല്ലിംഗ് ചിലപ്പോ തെറ്റിച്ച സ്പെല്ലിംഗ് തന്നിട്ടുണ്ടാകും. അത് ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോ 4 ഓപ്ഷൻസ് തന്നിട്ട് എല്ലാം 3 എണ്ണം കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം മാത്രം തെറ്റിച്ചു തരും. അപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കും അതിന് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗിന് അതിന്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിന് 5 ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗിന് 2 ക്വസ്റ്റ്യൻ. പ്രിപ്പോസിഷൻ ആണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച പ്രിപ്പോസിഷന്റെ ബേസിൽ ആയിരിക്കും വരാം കേട്ടോ. അതൊക്കെയാണ് ഇൻ, ഓൺ, ആഫ്റ്റർ, സിൻസ്, ഫോർ. ഈ 5 നന്നായിട്ട് നോക്കി വെക്കാം. ഇതിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പോസിഷന് പ്രതീക്ഷിക്കാം. ഡയറക്ട് സ്പീച്ചിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പാർട്ടിസിപ്പിളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ing ഫോം ആണ് അല്ലെ. സിംഗിങ്, റൈറ്റിംഗ്, റീഡിംഗ്, പ്ലേയിങ് എന്നൊക്കെ പറയുന്ന ing ഫോം ആണ്. അപ്പോ അത് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. Yard dash letter. Options: write, writes, wrote, writing. Which is the correct answer? Writing a letter.
റൈറ്റിംഗ് ലെക്ചർ. അപ്പോ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വരാം. സോ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ക്ലിയർ ആയല്ലോ. ഏതൊക്കെയാണ്? 10, 11, 12, 14, 15 ഞാൻ പറഞ്ഞു. ഫ്രേസൽ വെർബിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഫ്രേസൽ വെർബിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഒരു 5 എണ്ണം, ഒരു 6 എണ്ണം ഞാനിപ്പോ പറഞ്ഞു തരാം. അത് നോട്ട് ചെയ്ത് വെക്കും, അത് മാത്രം പഠിക്കുക. അതിൽ ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് വരും. First one is get over. 29, number 29, get over. Get over. എന്താ ഒന്നുകൂടി പറയാമോ? ഫ്രേസൽ വെർബിലെ ഇമ്പോർട്ടന്റ് ഫ്രേസൽ വെർബ് ആണ് ഞാനിപ്പോ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ. Okay, get over, break away, give up, put on, mind up, make out. ഈ 6 preposition, sorry, phrasal verb പഠിച്ചു വെക്കുക, അതിന്റെ മീനിങ്സ് പഠിച്ചു വെക്കുക. ഇതിന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നും എഴുതിയില്ല, അത് പോയി. ഒന്നുകൂടെ പറഞ്ഞു. നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ. Get over, break away, give up, put on, wind up, make out. These are the important phrasal verbs you must study well. Chapters 10, 11, 12, 13, 14, 15. ഈ 6 തന്നെ എടുക്കാം. ഈ 6 ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. ഈ 6 പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോർഷൻ? പറയൂ, ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ആണെന്നുണ്ടോ? ഏതെങ്കിലും ചാപ്റ്റർ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം, കറക്റ്റ് ചെയ്യാം. റിവിഷൻ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചാണ് എന്താണ് സർവേ ചെയ്യുന്നത്. ഡൗട്ട്സ് ഒന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണെന്നാണ് പറയുന്നത്. ചെയ്യുമ്പോ അറിയാം. ചോദിക്കൂ, എന്താണ് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കും. ഫസ്റ്റ് പറയണോ? എന്താ വേണ്ടേ? മിസ്സേ, സോറി, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ എന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. അഡ്ജക്റ്റീവ് ഫ്രേസും ആഡ്വർബും ആണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. ആണോ? അത് തന്നെ, അത് തന്നെ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ. ഈ നൗണും പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു അനിമലോ തിങ്സോ ആകാം, അല്ലെ? ഇപ്പൊ മീന എന്ന് പറഞ്ഞാല് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുക ഷീ ആയിരിക്കും. ടേബിളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുക ഇറ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ പൂച്ചയെ കുറിച്ചാണ്, ഡോഗിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ് ആണ്. അപ്പൊ എന്തും ആവട്ടെ, പ്രോനൗണോ നൗണിനെയോ ഇതിനെ ആവട്ടെ, നമ്മള് മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പൂച്ച എന്ത് ചെയ്യാണ്, പൂച്ച കുറച്ച് നോട്ടിയാണ്, അല്ലെ? ദിസ് കാറ്റ് ഈസ് വെരി നോട്ടി ആണെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ ടേബിൾ ആണ്, റൗണ്ട് ടേബിൾ. റൗണ്ട് ടേബിൾ, റൗണ്ട് ടേബിൾ എന്ന് പറയുമ്പോൾ ടേബിൾ നമ്മൾ മോഡിഫൈ ചെയ്തു, അല്ലെ? റൗണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തതാണ്. അപ്പൊ നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
അപ്പൊ നിത്യയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിത്യ ഇസ് എ സ്മാർട്ട് ഗേൾ. നിത്യ ഒരു സ്മാർട്ട് ഗേൾ ആണെന്ന് പറയുമ്പോൾ ഈ സ്മാർട്ട് എന്ന് പറയുന്ന വാക്ക് ഞാൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തേ? നിത്യയെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനാണ് അല്ലെ. നിത്യ സ്മാർട്ട് ആണെന്ന് എല്ലാവരും അറിഞ്ഞു. അത് അറിയണമെങ്കിൽ ഞാൻ എന്താണ് നിത്യയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തേ പറ്റും അല്ലെ. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വാക്ക് യൂസ് ചെയ്തു, അത് സ്മാർട്ട് ആണ്. അപ്പൊ സ്മാർട്ട് ഇസ് എൻ അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി അത് അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ അപ്പോ എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് മേരിയെ കുറിച്ചും അല്ലെങ്കിൽ നിത്യയെ കുറിച്ചും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യും. സ്മാർട്ട്, ഇന്റലിജന്റ്, ഗുഡ് ലുക്കിംഗ് ഗേൾ എന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് വേർഡ്സ് വെച്ചിട്ട് നിത്യയെ മോഡിഫൈ ചെയ്ത് പറഞ്ഞു. അപ്പൊ കേൾക്കുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടും നിത്യയെ കുറിച്ച്. ഓക്കെ, നിത്യ സ്മാർട്ട് ആണ്, കാണാൻ നല്ലതാണ്, കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിത്യയെ കുറിച്ച് കേട്ട ആൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ അത്രയും വേർഡ്സ് അവിടെ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്? adjective phrase. Clear? Yes. ഇനി adverb-ലേക്ക് വരാം. adverb ക്ലോസ് അവിടെ നിന്ന് കേട്ടിട്ട് ക്ലോസ് പറഞ്ഞു തരാം. ഈ adverb-ലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നിത്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിത്യ ചെയ്തൊരു പ്രവൃത്തിയെ കുറിച്ചാണ്. നിത്യ is learning English very well. She is speaking English fluently, clearly എന്നൊക്കെ പറയാണ്. She is speaking in English. നിത്യ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്, നല്ല ഫ്ലുവൻസ് ആണ്, ക്ലിയർ ആണ്, കുറച്ചുകൂടെ എന്താണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലെ. ഇപ്പൊ ഒരു വാക്ക് വെച്ചിട്ടാണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നെങ്കിൽ അത് adverb ആണ്. കാരണം നിത്യ ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ adverb. ഇനി അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്താല്, വെർബിനെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് മോഡിഫൈ ചെയ്താല് it's called adverb phrase. Is it clear? Okay ആണോ? നമ്മൾ ആദ്യം നൗണിനെ കുറിച്ച് മോഡിഫൈ ചെയ്തു, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ച് മോഡിഫൈ ചെയ്തപ്പോൾ ഫ്രേസ് ആയിട്ട് മാറി, അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാറി. ഇനി ആഡ് ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ച് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? adverb phrase ആയിട്ട് മാറി. അപ്പൊ ഒരു സെന്റൻസ് പറയുന്നത് നൗണിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ പ്രോനൗണിനെ കുറിച്ചിട്ടാണോ എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നതിന്റെ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിരിക്കും. എന്നാൽ അഡ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ചിട്ടാണ് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അതുപോലെ വേറൊരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇത് വെർബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നോക്കാം. വെർബിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് കുറച്ച് വേർഡ്സ് വെച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? അത് adverb phrase ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? സെന്റൻസ് തരുമ്പോ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പഠിക്കാട്ടോ ആദ്യം, എന്നാൽ മാത്രമേ കുറച്ച് എളുപ്പമാകൂ. അപ്പൊ ഇനി ക്ലോസ് കണ്ടുപിടിക്കാനാണെങ്കിൽ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന സെന്റൻസ് ഞാൻ പറഞ്ഞ പോലെ അത് അഡ്ജക്റ്റീവ് ആണോ adverb ആണോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഫ്രേസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റോ? ഈ ഫ്രേസിൽ മാം അന്ന് കുറെ ഇത് പറഞ്ഞില്ലായിരുന്നു, ഈ പ്ലേസ് വെച്ച് ടൈം വെച്ച് എന്നൊക്കെ ആഡ്വർബ് ഫ്രേസ് പഠിപ്പിച്ചപ്പോ. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. adverb ആണെങ്കിലും വെച്ചാണെങ്കിലും വെർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അതിൽ നിങ്ങൾ മാനേഴ്സ് ഒന്നും നോക്കണ്ട, വെർബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മാത്രം നോക്കാം. ഓക്കെ, അതിപ്പോ ചിലപ്പോ ഫ്രേസ് ചോദിക്കുന്നത് ചിലപ്പോ ഒന്നിൽ കൂടുതൽ വേർഡ്സ് വരണമെന്നില്ല. ഒരു വേർഡ് ആണെങ്കിൽ വെച്ചും ചിലപ്പോ ഫ്രേസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഓപ്ഷന്റെ ബേസ് ചെയ്ത് മാത്രമേ ഇല്ല. ഇപ്പോ she is speaking English too loudly. സംസാരിക്കുന്നത് ഭയങ്കര സൗണ്ടിലാണ്, too loudly എന്ന് പറയുന്ന ഈ സെന്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുക? എന്തായിരിക്കും? adverb ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇനി എന്താണ്? adverb ആണോ ഫ്രേസ് ആണോ ക്ലോസ് ആണോ? adverb ആണെന്ന് മനസ്സിലായല്ലോ. ഈ ഓപ്ഷൻസ് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ്
ഇതാണ് ഓപ്ഷൻസ്. നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? Adverb phrase, adjective phrase, adjective clause, adjective. Which is the correct answer? adverb phrase. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ ആൻസർ കിട്ടും. ഓപ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാണുമ്പോൾ ആഡ്വർബായിട്ട് തോന്നുമെങ്കിൽ ആഡ്വർബ് ഓപ്ഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ സപ്പോസ് ആഡ്വർബ് ഫ്രേസ് ആയിരിക്കും ഉണ്ടാവുക എങ്കിലും നിങ്ങൾ ആൻസർ എന്തായാലും ആഡ്വർബ് ഫ്രേസ് തന്നെ എഴുതണം കേട്ടോ. ക്ലിയർ? ഇനിയിപ്പോ ക്ലോസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ക്ലോസ് ആണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് അറിയാം സെന്റൻസ് തന്നാല് ആഡ്വർബ് ആണോ അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോ ഒരു ക്ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ അഡ്ജക്റ്റീവ് ആണെങ്കിൽ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുണ്ടാകും. ആഡ്വർബ് ആണെങ്കിൽ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ക്ലോസ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? എക്സാമ്പിള് നെക്സ്റ്റ് ചെയ്യാവേ. ആ എക്സാമ്പിൾ തന്നെ എക്സാമ്പിൾ വരണമെന്ന് ഓർക്കില്ല കേട്ടോ. Before sunrise, he woke up. The cake that she bought was delicious. ഈ രണ്ട് സെന്റൻസും എന്താണ് എന്ന് പറഞ്ഞു? ആദ്യത്തേത് adverb clause. The second one is second one ഏതാണ്? അപ്പോ the cake that she bought was delicious. adjective clause. Yes, that's adjective clause. കാരണം adjectiveനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്, കേക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവള് വാങ്ങിയ കേക്ക് ഡെലിഷ്യസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ സെന്റൻസ് ആദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം, മീനിങ് മനസ്സിലാക്കുക, ഏതിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് മനസ്സിലാക്കി എടുക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ബിഫോർ സൺറൈസ് ഹി വോക്ക് അപ്പ് എന്ന് പറയുമ്പോൾ ആഡ്വർബ് ഫ്രേസ് ക്ലോസ് ആണ്. ആഡ്വർബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല ബിഫോർ എന്ന് പറയുന്ന സബോർഡിനേറ്റ് കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കേക്ക് ആണെങ്കിൽ നമ്മുടെ അഡ്ജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ കൂടെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ അഡ്ജക്റ്റീവും ആഡ്വർബും ക്ലിയർ അല്ലേ? പിന്നെ എന്താണ് ഡൗട്ട്? Just wait a second, I'll be back. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ? ക്ലിയർ ആണ്? ഇപ്പൊ നമ്മള് 6, 8, 10, 11, 12, 13, 14, 15 ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. ഇനി ഉള്ളത് സെക്കൻഡ് ചാപ്റ്റർ 3 and 4 and 5 ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. അതിലെ വേർബില് ബാക്കി എല്ലാവരും ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഒരു ഏകദേശം ഐഡിയ ഞാൻ കൊടുക്കാം. മാം എക്സാമിന്റെ തലേന്നൊന്ന് വന്നാ മതി മാം.
അത് മിസ് ഈ ടെൻസിൽ നിന്ന് ഇങ്ങനെ സെന്റൻസ് വന്നിട്ട് ടെൻസ് ഏതാന്ന് എഴുതാ അങ്ങനെ വരുമോ? അങ്ങനെ വരില്ല കേട്ടോ. അതായത് ഇപ്പോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ആൻസർ എന്തായിരിക്കും? ഐ ഹാവ് ഡാഷ് എ നോവൽ. അറിയൂ, ആൻസർ പറയൂ. I have written a ഐ ഹാവ് റിട്ടൺ എ നോവൽ. അപ്പൊ അറിയില്ല, ടെൻസ് ആർക്കും അറിയില്ലല്ലേ? റിട്ടൺ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ടെൻസ് പഠിക്കേണ്ടേ കറക്റ്റ് ആയിട്ട്. ശേഷം B3 ഫോം ആണ് വരാം. എനിക്ക് ഓർക്കാൻ പാടില്ല കേട്ടോ. Have, has, had, plus B3 form. Don't forget. Okay, it's a very important portion. And auxiliaries ആണെങ്കിലോ, auxiliaries ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്നത് is, am, is, are, was, were. ഇതൊക്കെയാണ് വരുന്നെങ്കിൽ ING ഫോം ആണ് കേട്ടോ. ഓക്കെ, ING ഫോം ആണ്. Then ഇപ്പോ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിലോ, he sheet ഒക്കെയാണ് വരുന്നെങ്കിൽ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ he ആണ് വരുന്നെങ്കിൽ റൈറ്റ്സ് യൂസ് ചെയ്യണം. I ആണെങ്കിൽ റൈറ്റ്. ഇതൊക്കെ മറക്കരുത്. ഇതൊക്കെയാണ് വരാം. അപ്പൊ ING ഫോം ആയി, B3 ഫോം ആയി, ബേസ് ഫോം ആയി. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മാക്സിമം നന്നായിട്ട് പഠിക്കുക. ആർട്ടിക്കിളും അതുപോലെ തന്നെയാണ്. ആർട്ടിക്കിൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ, പിന്നെ നൗണില് എല്ലാ പ്രൊനൗൺസും പഠിക്കണം, നൗൺസും പഠിക്കണം. ഇത്രയൊക്കെയുള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എത്രയും വലിയ ടഫ് ഒന്നും ആയിരിക്കില്ല. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എക്സാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല മാം, പഠിക്കാത്തോണ്ട് ഒന്നും ചോദിക്കാനില്ല മാം. ഈ പ്രപ്പോസിഷൻ ടെക്സ്റ്റ് ബുക്കിലെ വരുമോ പുറത്തുനിന്ന് വരുമോ? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുമെന്ന് ചോദിച്ചാല് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പ്രപ്പോസിഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുനിന്നാണ്. അതായത് പഠിച്ച പ്രപ്പോസിഷൻ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൽ എല്ലാ ടെക്സ്റ്റുകളുമായിട്ടുള്ള ഒരു നിർബന്ധമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ അല്ലേ? At
ഇപ്പൊ വരൂട്ടോ മിസ്സിന് ചുമയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. കേക്കാവോ? കേക്കാം കേക്കാം. പത്മാക്ഷിയുടെ പ്രശ്നമാണ്. പ്രശ്നമൊന്നല്ല മാം, വെള്ളം കുടിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞിരുന്നു. ചുമയാന്ന് പറഞ്ഞിരുന്നു. ആണോ? കേട്ടില്ല. ഹലോ, എന്തെങ്കിലും പറയാ. ഹലോ, അതെ, ഒരു ടൈപ്പിംഗ് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ അതില് സ്മാർട്ട് സ്റ്റഡിയുടെ ഐ വിൽ മീറ്റ് യു 10 AM ന്ന്. അതെന്താണാവോ? അത് പ്രിപ്പോസിഷന്റെ ക്വസ്റ്റ്യനാ. അത് പ്രിപ്പോസിഷൻ നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാ. അത് കോമഡിയായി. കോമഡി ആയാലുണ്ട്, ഭൂലോക കോമഡി. മിസ് കേട്ടോ. കഴിഞ്ഞ ദിവസം അവരത് മൈക്കിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് വെച്ചു. നമുക്ക് സംസാരിക്കാം, വെറുതെ ടൈം കളയണ്ട. ഓക്കെ, നല്ല ചുമ വന്നു, അതുകൊണ്ട് മാറിയതാണ് കേട്ടോ. സോറി. അപ്പൊ എന്താ ഡൗട്ട്? എന്താണ്? പ്രപ്പോസിഷൻ ആണോ? ഫിറോസ് മാം ആയിട്ട് വല്ല കാര്യമില്ല. ഐ വിൽ മീറ്റ് യു അറ്റ്, അതല്ല ആൻസർ അച്ചാണ് കേട്ടോ, പറഞ്ഞല്ലോ അല്ലേ? ആൻസർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചുമക്കായിരുന്നു കേട്ടോ, ചെയ്യാൻ പറ്റും. ഐ വിൽ മീറ്റ് യു ഡാഷ് 10 AM എന്ന് പറയുമ്പോൾ ആക്ട് പ്രപ്പോസിഷൻ ആണ് വരാം. ഓക്കെ, ഇനിയിപ്പോ അതിന് പകരം അവിടെ മിഡ് നൈറ്റ് ആണ് വരയ്ക്കുന്നോ? ഇപ്പോ ഐ ഓഫോൺ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഐ ഓഫോൺ ഗോ ടു ബെഡ് ഡാഷ് മിഡ് നൈറ്റ് എന്നാണെങ്കിൽ
എന്തായിരിക്കും അവിടെ ഉള്ള കാര്യം? പ്രപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യാം. അറ്റ് തന്നെയാണോ മാം? അച്ഛ തന്നെയാണ്. നൈറ്റ് വരുമ്പോ അച്ഛനെ യൂസ് ചെയ്യാം. അച്ഛ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ രണ്ട് പ്രപ്പോസിഷന്റെ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെക്കുക, എഴുതാം. ഏതൊക്കെയാണ്? I will meet you dash 10 AM. And the second question, I often go to bed at dash midnight. ഇത് രണ്ടും നോട്ടിൽ എഴുതി വെക്കാം കേട്ടോ. And the third one, he has been studying English dash 3 years. Since. ഏതാണ്? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആവും. He has lived there dash 2022. 4 ആണോ മാം? 4. ഓക്കെ, അപ്പോ ഒരു ഡ്യൂറേഷൻ ആണ് വരുന്നത്. അതായത് 3 months, 3 years, 4 months, years എന്നൊക്കെ പറയുന്ന ഒരു ഡ്യൂറേഷൻ, അല്ലെ, ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇവിടെ 4 ആയിരിക്കും വരാം. 3 വർഷമായിട്ട് 3 മാസമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് വരാം. ഇനിയിപ്പോ ഇയർ ആണ് തരുന്നതെങ്കിൽ ഇയറോ അല്ലെങ്കിൽ മാസോ മന്തിന്റെ ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മൺഡേ, ട്യൂസ്ഡേ, ഇയർ ആണ് 2020 എന്നൊക്കെ പറഞ്ഞ ഇയർ ഒക്കെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന എന്താണ്? സിൻസ് ആയിരിക്കും. സിൻസ് ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കണേ, എഴുതാം. ഇത് ഞാൻ ആൻസർ തന്നെ എഴുതും. ക്വസ്റ്റ്യൻ, he is dash the car. അവിടെ ഞാൻ ആൻസർ ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, കാറാണെങ്കിൽ ഇതിനാണ്. ഓക്കെ, he is in the car. She is painting the picture dash the wall. Answer എന്താ വരാ? On. Yes, wall ആയതുകൊണ്ട് on ആണ് കേട്ടോ. On the wall ആണ് വരാം. Correct ആണ്. ഓക്കെ, അത്രയും ഓൺ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയൊക്കെയാണ് പ്രപ്പോസിഷണൽ ക്വസ്റ്റ്യൻ വരാം. ഇനി എന്താണ്? ഇനി ഡൗട്ട്സ് ഒക്കെ ചോദിക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ സ്പീച്ച് പറയുക. എന്തോ? ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഞാനത് ഓൾറെഡി ഇവർക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? വാട്സാപ്പിൽ ഇപ്പൊ ആക്റ്റീവ് ആണോ? ഓക്കെ മാം, ഇവരോട് വാങ്ങാം. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചാൽ മതി. ഇനി എന്താണ് അറിയാനുള്ളത്? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാനുണ്ടോ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നാൽ മതിയോ? മതിയോ? ക്ഷമ മതി മാം. നമുക്ക് ക്ഷമ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറില്ല. അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ? സ്ട്രീം വരുമ്പോഴാണ് ക്ഷമ വരുന്നത്. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ?
Just wait a second. Okay. ക്ലാസ്സിൽ എടുത്തില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പ്രകൃതിക്കോ ഡയറക്ട് സ്പീച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാവോ? പറയാവോ? ഇപ്പൊ ഒന്ന് പറയാവോ? നെക്സ്റ്റ് നോക്കിയോ പറഞ്ഞു നോക്കിയോ ചെയ്യാവോ? ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഉണ്ട്. ജിസിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, മാം ലാസ്റ്റ് 8 തന്നാണോ മാം? ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, നിത്യ അതെനിക്ക് വാട്സപ്പിൽ അയച്ചാലും മതി. ഞാനിപ്പോ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 5 ഫ്രേസൽ വർബും കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, കട്ട് ഡൗൺ, ഗിവ് അപ്പ്, പാസ്ഡ് അവേ, ടേക്ക് ഔട്ട്, ലുക്ക് അപ്പ്. ഈ 5 ഫ്രേസൽ വർബും കൂടെ നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ ടോട്ടലി ഞാൻ 11 ഫ്രേസൽ വർബ് പറഞ്ഞിട്ടുണ്ട്. ഇത് 11 ഒന്ന് നോക്കി വെക്കാം.
നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എക്സാമിന് മുൻപ് ക്ലാസ് വന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ എക്സാമിന് മുൻപ് നമുക്ക് ക്ലാസ്സിൽ വരാൻ പറ്റുന്നത് സംശയമാണ് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണോ അങ്ങനെ ചോദിച്ചത്? അങ്ങനെയാണോ? ഇത് പറയൂ. ഒരു ക്ലാസ്സിൽ മതിയോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം? എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? മിസ് ഈ ലുക്ക് അപ്പ് ടെക്സ്റ്റിൽ ഇല്ലെന്ന് പറഞ്ഞത് ലുക്ക് ആഫ്റ്ററും ലുക്ക് ഫോറും അല്ല കാണുന്നേ. ലുക്കപ്പ് അല്ല കേട്ടോ, ലുക്ക് ഫോർ ആണേ. മിസ്റ്റേക്ക് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ആണ്. ലുക്ക് ഫോർ ആണ്. ഏതായിരുന്നു മാം? ലുക്ക് ലുക്ക് ഫോർ, ലുക്ക് ഫോർ, ലുക്ക് ഫോർ ആണ് കേട്ടോ, നോട്ട് ലുക്ക് അപ്പ്. ഓക്കെ, അപ്പൊ കട്ട് ഡൗൺ, ഗിവ് അപ്പ്, പാസ്ഡ് അവേ, ടേക്ക് ഔട്ട്, ലുക്ക് ഫോർ, നോട്ട് ലുക്ക് അപ്പ്. ഈ ടേക്ക് ഔട്ട് ഇതില് ടേക്ക് അപ്പും ടേക്ക് ഓവറും ടേക്ക് ഇന്നും ടേക്ക് ആഫ്റ്ററും ആ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റില്. ടെക്സ്റ്റ് നോക്കാതെയാണ് പറഞ്ഞത്. ടേക്ക് അപ്പ്, ടേക്ക് അപ്പ്, ടേക്ക് ഔട്ട് ഇല്ലാതെ, ടേക്ക് ഔട്ട് അല്ല, ടേക്ക് ഔട്ട് അല്ല, ഇതിന് പകരം ഔട്ട് ആണ്. പുട്ട് ഓൺ ഉണ്ട്. പുട്ട് ഓൺ ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. പുട്ട് ഔട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, അത് വിട്ടേക്കൊല്ലോ, ഞാൻ നോക്കണം. ഓക്കെ, ഇത്രയും മതി. കട്ട് ഡൗൺ ഒക്കെ ഉണ്ടല്ലോ, ലുക്ക് ഫോർ, കട്ട് ഡൗൺ, ഗിവ് അപ്പ്, പാസ്ഡ് അവേ. ഓക്കെ, ഇതിനെ കൂടാതെ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? ബ്രേക്ക് അവേ, ഗിവ് അപ്പ്, പിന്നെ ഏതായിരുന്നു? വൈൻഡ് അപ്പ്, ഓക്കെ, പുട്ട് ഓൺ, ബ്രേക്ക് ഔട്ട്, ഗെറ്റ് ഓവർ. അത്രയും നോക്കി വയ്ക്കും. 9. ഓക്കെ ഓക്കെ കേട്ടോ. ടേക്ക് ഔട്ട് അപ്പൊ വേണ്ടല്ലോ. ടേക്ക് ഔട്ട് വേണം, ടേക്ക് ഔട്ട് ഇല്ല, ലുക്കപ്പ് ഇല്ല, ലുക്ക് ഫോർ ആണ് കേട്ടോ പറയാം. ലുക്ക് ഫോർ, കട്ട് ഡൗൺ, ഗിവ് അപ്പ്, പാസ്ഡ് അവേ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഉള്ള പോലെ പഠിക്കാം, സ്പീച്ചും ഉള്ള പോലെ പഠിക്കാം. ബാക്കിയെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഫോണറ്റിക്സ് ആണ്. ഫോണറ്റിക്സ് ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. മാക്സിമം ഞാൻ ക്ലാസ്സിലൂടെ തന്നെ ഫോണറ്റിക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഒട്ടും വയ്യെങ്കിൽ മാത്രം ഞാൻ ഒരു സ്പെഷ്യൽ ക്ലാസ് വെക്കും, മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നേരത്തെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇന്ന് സൈഡിലോട്ട് പറയാമോ? സൈഡിലോട്ട് പറയാം, പെട്ടെന്ന് കഴിയും. കേൾക്കുന്നുണ്ടോ മാം? എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. സൗണ്ട് കുഴപ്പമില്ല, പറഞ്ഞു കേട്ടോ. ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രപ്പോസിഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാ ചാപ്റ്ററും
മാം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡൗട്ട്സ് ഇനി മാം വരുമ്പോൾ ചോദിക്കാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാക്സിമം എല്ലാ പോർഷൻസ് ഒന്ന് കവർ ചെയ്തിട്ട് വരും കേട്ടോ, നോക്കിയിട്ട് വരും, എന്നാലും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു. See you on next class. Bye. താങ്ക് യു മാം.